ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ ടാരോട്ട് കാർഡ്സ് ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പായൽ നമ്പർ 1ൻ്റെ ഗൈഡൻസ് എന്താണ് ഇന്നത്തോട്ട്. താങ്ക് യു. പായൽ നമ്പർ 1, 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. റീയൂണിയൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച്, ഒരു ന്യൂ ബിഗിനിങ് കുറച്ച് പേരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഹാർട്ട് ചക്ര, മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് റീയൂണിയൻ്റെ എനർജിയും ആകാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റീകൺസിലേഷൻ, തിരിച്ചു വരാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം. കുറച്ച് പേർക്ക് ഇത് ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കളർഫുള്ളായിട്ടുള്ള എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കളേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സും ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവ് ആകുന്ന എനർജിയും ആകാം. ഓക്കെ, പായൽ നമ്പർ 1, നമ്പർ 17, ദ സ്റ്റാർ. കുറച്ച് പേരുടെ വിഷ് ഇവിടെ ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇന്ന് ഡീപ്പായിട്ട് ആഴത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതായിട്ട്, പഠിക്കുന്നതായിട്ട്, ഓക്കെ, ചിന്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്ത് വരാനായിട്ടുള്ള എനർജി അവൈലബിൾ ആണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കാരണം നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണോ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണോ, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണോ, അതിനനുസരിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഒരു എനർജി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കാലുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് 2 ഓഫർ വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. നെക്സ്റ്റ്, നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് കാര്യങ്ങളാണ് കുറച്ചുകൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ടത്. പായൽ നമ്പർ 1, എഗെയിൻ 2ൻ്റെ എനർജിയാണ്. റൂട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സെക്യൂരിറ്റി, അതായത് സുരക്ഷിതത്വം, അത് കുറച്ചും കൂടെ കെയർഫുള്ളി നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ സെക്യൂരിറ്റി വന്നിട്ട് കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സെക്യൂർ ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് കിട്ടുന്ന എനർജി ആയിരിക്കും. ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ്, ആ ഒരു എനർജി കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓവർ സ്പെൻഡിങ്ങിൻ്റെ എനർജിയിലോട്ട് കൂടുതലായിട്ട് പൈസ ചിലവാക്കാനായിട്ടുള്ള ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ഓക്കെ, ഇവിടെ വീലിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. നമ്പർ 10, ഇന്ന് ഡേറ്റ് നമ്പർ 10 ആണ്. കുറച്ച് പേർക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, അടച്ചു തീർക്കാനായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഗാംബ്ലിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും പൈസ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഗാംബിൾ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എനർജീസ് ഓപ്ഷൻസ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതിൽ ഏത് തിരഞ്ഞെടുക്കണം, ഏത് ഓപ്ഷൻ്റെ കൂടെ പോകണം, എന്തിനോട് നോ പറയണം, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആവശ്യമുള്ള എനർജീസ് മാത്രം നിങ്ങളുടെ ഉള്ളിലോട്ട് ഫീഡ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ സന്ധ്യാസമയം കുറച്ചും കൂടെ കെയർഫുള്ളി നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ ഓൾറെഡി ഇവിടെ ടാരോ എടുത്തു വെച്ചിട്ടുണ്ട്. പൈൽ നമ്പർ 2യുടെ ഇന്നത്തെ എനർജി എന്താണ്? താങ്ക് യു. ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ് ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ദിവസമായിരിക്കാം. ഡിവൈൻ എനർജി ആയിട്ട് യൂണിവേഴ്സായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീലിംഗ് വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി സക്സസ്, പോസിറ്റീവായിട്ടുള്ള എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പീസിൻ്റെ എനർജിയാണ്, സമാധാനത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാകാം, തിരഞ്ഞെടുക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, സെലിബ്രേഷൻ്റെ എനർജി കുറച്ച് പേർക്ക് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് വ്യക്തിബന്ധങ്ങളിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള എനർജി, ഒരു സുരക്ഷിതത്വം, ഓക്കെ, അത് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ഇന്നത്തെ ദിവസം കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സ്റ്റാമിന, നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മ്യൂസിക്കായിട്ട്, കലാപരമായിട്ടുള്ള എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സ്റ്റേബിളായിട്ടുള്ള എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി സ്മൈൽ ചെയ്യാനായിട്ടുള്ള, ഒത്തിരി സന്തോഷിക്കാനായിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ വരുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതെന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കാം, ഫാമിലിയിൽ, റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള, ആഘോഷിക്കാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ നിങ്ങളൊരു ഹാപ്പി ആയിട്ട്, കുറച്ചും കൂടെ സമാധാനപ്രിയം, ആ ഒരു എനർജി ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പാഷനും കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥത, കുറച്ചും കൂടെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജിയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചാനൽ ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എനർജീസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളാണ് അത് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് അതിനോട് എസ് പറഞ്ഞിട്ട് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്താണ് ഈ ഒരു ദിവസം കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. പൈൽ നമ്പർ 2, താങ്ക് യു. സണ്ണിൻ്റെ എനർജി നമ്പർ 19. 1 + 9 വന്നിട്ട് അഗെയിൻ 10 ആണ് വരുന്നത്. താങ്ക് യു. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേരോട് നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ കീ, ഓക്കെ, അതെല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അതായത് നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം, മറ്റുള്ളവരിൽ നിന്നിട്ട് നിങ്ങൾക്ക് വാലിഡേഷൻ ലഭിക്കണം. അതായത് ഞാൻ ചെയ്തത് കറക്റ്റാണോ, എന്നെ നന്നായിട്ടൊക്കെ എന്താ പറയുക പറയാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടോ, അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ലൈറ്റ്, നിങ്ങളുടെ ആ ഒരു പ്രകാശം ഡിമ്മാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിയർ ലീഡർ നിങ്ങൾ തന്നെ ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചുറ്റും ആ ഒരു എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ക്യാരക്ടർ, എന്തെങ്കിലുമൊക്കെ പാറ്റേണിൽ ചേഞ്ച് വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയായിട്ട് വർക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങളെ ലാക്ക് മെൻറ്റാലിറ്റിയിൽ നിന്നിട്ട്, കുറവുണ്ട്, കുറ്റങ്ങളുണ്ട്, ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന എനർജിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. കുറച്ച് പേർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ്, നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതെല്ലാം കുറച്ചും കൂടെ പ്രസൻറ്റബിളാക്കി പോസിറ്റീവായിട്ട് നിർത്താനായിട്ടും കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വിറ്റാമിൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡോക്ടർ അഡ്വൈസ് നേടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേര് വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, പുറത്തോട്ട് ഇറങ്ങാനായിട്ട് താല്പര്യമില്ലെങ്കിൽ കുറച്ച് സമയം സണ്ണിൻ്റെ എനർജിയായിട്ടും കണക്ട് ചെയ്യുക. രാവിലെ കുറച്ച് സമയം നിങ്ങൾ ആ ഒരു സൂര്യപ്രകാശം
ഓക്കെ, ആ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നത്, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ലോൺലിനെസ്, ഒറ്റപ്പെടുക, പാസ്റ്റിൽ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ലൈഫിൽ അത് ഒരു പാർട്ടാണ്. പക്ഷേ അത് മറികടക്കാൻ എന്ത് ചെയ്യണം, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ആഘോഷിക്കാനായിട്ടുള്ള, പാഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള, കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിരിക്കാം, അതിലെല്ലാം ഒത്തിരി ശോഭിക്കാനായിട്ട്, പോസിറ്റീവായിട്ട് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.